ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കാശ് മേടിക്കാൻ വന്നവനെ പേടിപ്പിച്ച് പറഞ്ഞു വിടാമെന്നോർത്ത് നമ്മുടെ ശ്രുതിയും കൂട്ടുകാരിയും മാക്സിമം ശ്രമിച്ചു. പക്ഷേ അയാൾ അമ്പനും വില്ലിനും അടുത്തില്ല. ഞാൻ അടുത്ത മാസം കാശ് മേടിക്കാൻ വരാൻ കല്യാണി, നിനക്ക് ഒരിക്കലും എന്നെ ഒഴിവാക്കി വിടാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയെ അയാൾ വീണ്ടും ബ്ലാക്ക്മെയിൽ ചെയ്യാണ്. എന്തായാലും ഇക്കാര്യമൊക്കെ പറഞ്ഞ് അയാൾ അങ്ങ് പോകുന്ന സമയത്ത് ആ ഒരു പേടിയിൽ നമ്മുടെ ശ്രുതി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇവൻ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ഇവൻ്റെ കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനം എടുക്കണമെന്ന് മീര തന്നെ പറയുവാണ് ശ്രുതിയോട്. എന്ത് ചെയ്യണമെന്നറിയാതെ ശ്രുതി ആണെങ്കിൽ പകച്ചിങ്ങനെ നിൽക്കും അവിടെ. അങ്ങനെ നമുക്ക് എന്തെങ്കിലും വഴി കാണാം എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നടന്നു വരുക. ഈ സമയത്ത് നമ്മുടെ ശ്രുതി അവിടെ ഇരുന്ന് മൂക്കുമുട്ട വിഴുങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് മീര ശ്രുതിയെ കണ്ടു കഴിഞ്ഞപ്പോൾ അയ്യോ ശ്രുതി ആയിരിക്കുന്നത് ശ്രുതിയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ശ്രുതി ഷോറൂമിൽ പോയിരിക്കല്ലേ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ നീ അങ്ങോട്ടൊന്ന് നോക്കിക്കേന്ന് പറഞ്ഞു. നോക്കുമ്പോൾ കാണുന്ന അവർ രണ്ടുപേരും കൂടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് കണ്ടപ്പോൾ ശ്രുതി ഒന്ന് ഞെട്ടി. രണ്ടുപേരും നല്ല വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് കഴിക്കുകയാണ്, ശ്രുതിയും ശ്രുതിയുടെ കൂട്ടുകാരനും കൂടെ ചേർന്ന്. അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതിയുടെ കൂട്ടുകാരൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഇവർ രണ്ടുപേരും നോക്കി നിൽക്കുന്നത് കണ്ടു. അപ്പോൾ വലിയൊരു ചിരിയൊക്കെ ചിരിച്ച് ചേട്ടൻ ഇങ്ങനെ ഒന്ന് നിൽക്കുക. ശ്രുതിയാണെങ്കിൽ ഇതൊന്നും കാണുന്നില്ല, ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോൾ മുടിയൊക്കെ ഭയങ്കരമായിട്ട് ചീകിയൊക്കെ വെച്ച് കൂട്ടുകാരൻ ഇങ്ങനെ ശ്രുതിയെ വിളിച്ചിട്ട് ഇന്ന് നല്ല ദിവസമാടോ എന്ന് പറഞ്ഞു. അതെന്താടാ, സുന്ദരികളായ രണ്ട് പെൺകുട്ടികൾ നമ്മളെ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ബാബാ വേഗം കഴിക്കാൻ പറഞ്ഞു, നമുക്ക് അവരെ ചെന്നൊന്ന് മുട്ടാം എന്നും പറഞ്ഞ് അങ്ങനെ ഇയാൾ നമ്മുടെ ശ്രുതിയോട് പറയുക കേട്ടോ. അപ്പോൾ സുന്ദരികളായ പെണ്ണുങ്ങളോ എവിടെ എന്നും ചോദിക്കുമ്പോൾ നോക്കിക്കേന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കണം. നോക്കുമ്പോൾ കാണുന്നത് ശ്രുതിയെയും കൂട്ടുകാരിയെയും. അവരെ കണ്ടപ്പോൾ ശ്രുതിയുടെ ഗ്യാസ് പോയി മക്കളെ. ശ്രുതി നോക്കുമ്പോൾ കാണുന്നത് അവരെ കണ്ടപ്പോഴത്തേക്കും ശ്രുതി പേടിച്ച് വിറച്ചങ്ങനെ ഇരിക്കുക. എവിടെയെന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ പിന്നെ ദൈവമേ പണി പാളി, അയ്യോ എനിക്ക് ആ പെൺകുട്ടികളെ ഇഷ്ടപ്പെട്ടേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ അതെൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞു. ഭാര്യയോ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ ഇങ്ങനെ നോക്കുക കേട്ടോ. ഇങ്ങനെ ചിരിയൊക്കെ ചിരിച്ച് ഇങ്ങനെ കൂട്ടുകാരൻ അവിടെ ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ എന്താ ഇവിടെയും ചോദിച്ചു. അപ്പോൾ ശ്രുതി വേഗം എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് ചെന്നു. ശ്രുതി എന്താ ഷോറൂമിൽ പോകാതെ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്, കൂടെ ഇരിക്കുന്നത് ആരാ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെൻ്റെ ക്ലൈൻറ്റാ, പുതിയ കാറുകളെ പറ്റി അദ്ദേഹത്തിനോട് സംസാരിക്കാൻ വേണ്ടി വന്നതാണെന്ന് ശ്രുതി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ മീര ഇങ്ങനെ നോക്കുക കേട്ടോ. മീരയ്ക്കൊരു സംശയം, പിന്നെ അദ്ദേഹം ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറാണ്, പലരുമായിട്ടും സംസാരിക്കുക, ഞാൻ ഈ പാർക്കിലൊക്കെ വെച്ചിട്ടാ, അതാ ഞാൻ ഇവിടെ വന്ന് കണ്ടതെന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണോന്ന് ശ്രുതി. അങ്ങനെയാണെന്ന് ശ്രുതിയും. അല്ല കണ്ടതൊക്കെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതൊക്കെയോ എന്ന് മീര ചോദിച്ചപ്പോൾ അത് പിന്നെ അദ്ദേഹത്തിന് കൊളസ്ട്രോളും ഷുഗറും പ്രഷറും ഒക്കെ ഉണ്ട്, കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരുമെന്നാണ് പറഞ്ഞതെന്ന് ശ്രുതി ഇങ്ങനെ പറയുന്നു. ഇങ്ങനെ നോക്കുക നമ്മുടെ ശ്രുതി അയാളെ. ഭക്ഷണം ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിക്കുന്നതെന്നൊക്കെ ശ്രുതി ഇങ്ങനെ തട്ടി വിടുക. ഈ കൊള്ളാനിത് എന്തൊക്കെ ഈ പറയുന്നതെന്ന് അയാൾ കേൾക്കുക കേട്ടോ. അപ്പോൾ അവനിങ്ങ് വരട്ടം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കൂട്ടുകാരനിരിക്കുന്നു. അപ്പോൾ ഒരു തരത്തിൽ ശ്രുതിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അപ്പോൾ അവിടെ ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ നിർബന്ധിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണെന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറയുക. മിക്ക കസ്റ്റമേഴ്സിനെയും ഞാൻ ഇതുപോലെ പുറത്ത് ചെന്ന് കാണാറാണ് പതിവ്, അതിനെനിക്ക് കമ്മീഷൻ കൂടുതൽ കിട്ടുമെന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോഴേക്കും ഭയങ്കര സന്തോഷം ശ്രുതിക്ക്. അല്ല ശ്രുതി എന്താ ഇവിടെ വന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ ശ്രുതി ഇവളുടെ കല്യാണാലോചനയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടേ, ഇവളെ കാണാനേ ഒരു ചെറുക്കൻ ഇവിടെ വരാമെന്ന് പറഞ്ഞു, അപ്പോൾ അതുകൊണ്ട് കൂടെ വന്നതാന്ന് പറഞ്ഞു. ആണോ, കണ്ടോ? അപ്പോൾ അത് ചെറുക്കൻ വന്നില്ലേ? അപ്പോൾ വന്ന് കണ്ടിട്ട് പോയി എന്ന് പറഞ്ഞു. ഇവളെ കണ്ടപ്പോൾ തന്നെ ജീവനും കൂടെ ഓടിപ്പോയി കാണുമല്ലേ എന്ന് ശ്രുതി ഇങ്ങനെ മീരയെ കളിയാക്കി ചോദിക്കുമ്പോൾ എടാ എന്ന് പറഞ്ഞ് നിൽക്കുക നമ്മുടെ മീര. അങ്ങനെ ചിരിയും കളിയും തമാശയൊക്കെ ആയിട്ട് ഇങ്ങനെ അവരവിടെ നിന്ന് സംസാരിച്ചു. അപ്പോൾ ശരി എന്നാൽ ഞാൻ പൊക്കോട്ടെ, എന്നാൽ ശരി പൊക്കൊന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോയി. അപ്പോൾ അതും പറഞ്ഞ് അങ്ങ് പോയി കഴിയുമ്പോൾ എൻ്റെ ഹൃദയമെടുപ്പ് നിലച്ചു പോയി ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുകയാണ് നമ്മുടെ ശ്രുതിയെ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന രേവതിയാണ്. വീട്ടിൽ രേവതി ഇങ്ങനെ അച്ഛൻ്റെ അടുത്തേക്ക് വന്നു. അച്ഛാ ഭക്ഷണം കഴിക്കാമെന്നും പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞു. ചന്ദ്ര എവിടെ മോളെ, ഒച്ച ബഹളമൊന്നും കേൾക്കുന്നില്ലല്ലോ. അപ്പോൾ മുറിയിലുണ്ട് അമ്മ എന്ന് പറയുമ്പോൾ അവൾ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചു. ഇല്ല അച്ഛാ, മോൾ അവളെയും കൂടെ പോയി വിളിച്ചുകൊണ്ട് വാ, നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു രേവതി അമ്മയെ വിളിക്കാൻ പോവുക. അവിടെ ചന്ദ്രമതി വിഷമിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് രേവതി അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. അമ്മേ വാ ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു ചന്ദ്രമതി രേവതിയോട്. അച്ഛൻ കഴിക്കാനായിട്ട് വന്നിരിക്കാം, അമ്മ വിളിക്കാൻ പറഞ്ഞു, അതുകൊണ്ടാന്ന് പറയുമ്പോൾ അദ്ദേഹം കഴിച്ചോട്ടെ, എനിക്ക് വേണ്ടാന്ന് ചന്ദ്രമതി തറപ്പിച്ച് പറയാം. അമ്മേ ദേഷ്യം ഭക്ഷണത്തിന് മേലെ കാണിക്കല്ലേ അമ്മേ, പിന്നെ ആരുടെ മേലെ ഞാൻ കാണിക്കേണ്ടത്, നിന്റെ മേലെ കാണിക്കട്ടെ എന്ന് ചന്ദ്രമതി ദേഷ്യത്തോടെ ചോദിച്ചപ്പോൾ അതിന് ഞാനെന്താ അമ്മയെ ചെയ്തതെന്ന് ചോദിച്ചു. ശ്രീകാന്തിൻ്റെയും വർഷയുടെയും കല്യാണം നടത്തി കൊടുത്തത് നീയല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാനല്ല അമ്മേ അവരുടെ കല്യാണം നടത്തി കൊടുത്ത്, എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞെന്ന് ചോദിച്ചു രേവതി. എന്നാലും അവർ രണ്ടുപേരെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണമെന്ന് തന്നെയാണ് എൻ്റെയും ഒരു അഭിപ്രായം എന്ന് രേവതി പറയാം. ഞാനത് പറഞ്ഞതുമാണല്ലോ അമ്മേ, അപ്പോൾ അത് നീ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതൊന്നും അല്ലെന്നും, നീയാണല്ലോ ഇവിടുത്തെ വലിയ ആള്, അപ്പോൾ ഒരു മരുമകൾ കൂടി വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ നിന്റെ സ്ഥാനം പോകുമെന്നുള്ള പേടിയല്ലേ നിനക്ക്, അതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ചോദിച്ചപ്പോൾ സ്ഥാനം പോകാൻ ഇവിടെ അധികാര കസേരയിൽ ഇരിക്കുകയല്ലേ അമ്മേ ഞാൻ, അല്ലേ എന്ന് ചോദിച്ചു. വർഷ നല്ല കുട്ടി തന്നെയാണ്,
പിന്നെ വർഷയും ശ്രീകാന്തും ഇവിടെ കഴിയുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് രേവതി അന്നേരം ചന്ദ്രമതിയോട് പറഞ്ഞു. അവരെ ഇവിടേക്ക് വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആരും കേൾക്കുന്നില്ലാത്തത് അമ്മയും കണ്ടല്ലേയും ചോദിച്ചു. ഈ വീട്ടിലിപ്പോൾ വന്നു എന്ന് എനിക്ക് ഒരു വിലയില്ലാതായി, ഞാൻ പറയുന്നത് ആരും ഗവനിക്കാതായി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടം പറച്ചില്ല. നീ ചെന്ന് അവർക്ക് ഭക്ഷണം കൊടുക്കുക, എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു ചന്ദ്രമതി ഇങ്ങനെ ഇരിക്കുമ്പോൾ അമ്മേ വാ അമ്മയെന്ന് പറഞ്ഞു. ശ്രീകാന്ത് അവൻ്റെ പാട്ടിന് പോട്ടെ എന്നാണ് പറയുന്നത്. എനിക്കങ്ങനെ വിചാരിക്കാൻ പറ്റുമോ? ഞാൻ പ്രസവിച്ചത് 3 ആൺമക്കളെയാണ്. 3 പേരും ഭാര്യമാരോടൊപ്പം ഈ വീട്ടിൽ കഴിയണമെന്ന് തന്നെ എൻ്റെ ആഗ്രഹം. അവൻ്റെ ഭാര്യയും കൂട്ടി ഇങ്ങോട്ട് വരട്ടെ എന്ന് മാത്രമല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ ചിലരൊക്കെ വാളെടുക്കുക, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അമ്മ വിഷമിക്കില്ല, ഞാൻ അച്ഛനോട് ഒന്നുകൂടി ഒന്ന് സംസാരിച്ച് നോക്കാമേന്ന് പറഞ്ഞു. നീ എത്ര സംസാരിച്ചിട്ടും കാര്യമില്ല, നിന്റെ ഭർത്താവല്ലേ ഇങ്ങനെ ഇടത്തൂടായിട്ട് നിൽക്കുന്നത്, നീ ചെന്ന് അവനെ ഊട്ട, എനിക്ക് ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ വാശി പിടിക്കുന്നു. രേവതി ആണെങ്കിൽ അവിടെ നിന്ന് പോയി രേവതി ഇറക്കി വിടുവാണ് ചന്ദ്രമതി. രേവതി പോയി കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി അവിടെ ഇരുന്ന് കരയുന്നു. അപ്പോൾ അമ്മ വന്നോ എന്ന് ചോദിച്ചാൽ അച്ഛൻ രേവതിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അമ്മയ്ക്ക് ഭക്ഷണം വേണ്ടെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് സച്ചിവേ ഭക്ഷണം വിളമ്പോ കഴിക്കാമെന്ന് പറഞ്ഞു വന്നു. അപ്പോഴേക്കും സച്ചേട്ടാ അമ്മ ഇന്ന് ഉച്ചയ്ക്കും ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് രേവതി പറയുക. അച്ഛാ ദേ അച്ഛനൊന്ന് ചെന്ന് വിളിക്കുക, വരൂ അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ രവിയേട്ടനോട് പറയുമ്പോൾ ചന്ദ്രേ എന്ന് പറഞ്ഞ് വിളിച്ചു. ഇങ്ങ് വരാൻ പറഞ്ഞ് വിളിച്ചു. അപ്പോഴേക്കും അമ്മ അച്ഛൻ വിളിച്ചെടുത്തേക്ക് വന്നു. അപ്പോൾ സച്ചി ഇങ്ങനെ അടുത്ത് നിൽക്കുമല്ലേ, എന്താ രവിയേട്ടാ എന്ന് ചോദിച്ചപ്പോൾ ബാ നമുക്ക് ഭക്ഷണം കഴിക്കാമെന്നും പറഞ്ഞ് രവിയേട്ടൻ. അപ്പോൾ എനിക്ക് വേണ്ടാന്ന് ചന്ദ്രമതിയും പറഞ്ഞു. നീ ഇന്ന് ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ലല്ലോ, എന്താ നിനക്ക് വിശക്കുന്നില്ലേ, വരാൻ പറഞ്ഞു. നീ എന്താ ഭക്ഷണമൊന്നും കഴിക്കാതെ ഇങ്ങനെ മാറി മാറി നടക്കണേ, അത് പിന്നെ ശ്രീകാന്ത് വന്നാലേ ഞാൻ ഭക്ഷണം കഴിക്കത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ പറയാം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ സച്ചി ഓടിപ്പോയി അവൻ തിരിച്ചു വന്നിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞു. അതിന് ഞാൻ സമ്മതിക്കത്തില്ലെന്നും പറഞ്ഞു. അപ്പോൾ എൻ്റെ മോൻ വരണം, എൻ്റെ മോൻ വരാതെ എനിക്കൊരു സമാധാനം കിട്ടില്ല, ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോൾ അവൻ എവിടെയോ അനാഥനെ പോലെ അലയേണ്ട ആവശ്യമൊന്നും ഇല്ലെന്നും പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുവാണേ. നിൻ്റെ ഭാര്യയെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നില്ലേ നീ, പിന്നെ അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ എന്താണാവോ പെട്ടെന്ന് ഇങ്ങനെ ഒരു നിരാഹാര സത്യാഗ്രഹമൊക്കെ തുടങ്ങാൻ കാരണമെന്നൊക്കെ ചോദിച്ചു. സച്ചി ദേഷ്യപ്പെടുക. എന്താ അച്ഛാ കാരണം? എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു. അപ്പോൾ എന്താ അമ്മേ എന്താ അച്ഛാ കാര്യം ചോദിച്ചു. ശ്രുതി അങ്ങോട്ടേക്ക് വന്നു. പിന്നാലെ ശ്രുതിയും വന്നു. ശ്രീകാന്ത് വരാതെ നിൻ്റെ അമ്മ പച്ചവെള്ളം പോലും കുടിക്കില്ലെന്ന് പറയുന്നതെന്ന കാര്യം അച്ഛൻ അന്നേരം പറഞ്ഞു. അപ്പോൾ പട്ടിണി കിടക്കല്ലേ ആൻറ്റി, വല്ല അസുഖവും വരുമെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറയും. ശ്രീകാന്തും വർഷയും പ്രണയിച്ചു, 2 പേരും വിവാഹവും കഴിച്ചു. ലോകത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന സംഭവമൊന്നും അല്ലല്ലോ ഇത്. പിന്നെന്താ, അവൻ ചെയ്തത് വലിയ തെറ്റൊന്നും അല്ലെന്ന് പറയുമ്പോൾ തെറ്റ് തന്നെ അവൻ ചെയ്തതെന്നും അവൻ കാരണമാണ് അച്ഛനെ ലോക്കപ്പിൽ ഹോസ്പിറ്റലിലേക്ക് കിടക്കേണ്ടി വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ രവിയേട്ടാ സച്ചി ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പറയുന്നു. ചന്ദ്രമതി അത് മൈൻഡ് ചെയ്യുന്നില്ല. അവരെ വിളിച്ചുകൊണ്ട് വരണം രവിയേട്ടാ, പ്ലീസ് രവിയേട്ടാ എന്ന് പറഞ്ഞ് കയ്യെ കാലേ പിടിച്ചിങ്ങനെ പറയാം. പക്ഷെ രവിയേട്ടൻ അതൊന്നും കേൾക്കുന്നില്ല കേട്ടോ. രവിയേട്ടൻ മൈൻഡ് പോലും ചെയ്യാതെ നിൽക്കുവാണ്. അപ്പോൾ ചന്ദ്രടി കരച്ചിൽ കണ്ടിട്ട് സഹിക്കുന്നുമില്ല രവിയേട്ടന്. ചന്ദ്രമതി നിന്ന് ഭയങ്കര കരച്ചില്ല. ഈ സമയത്ത് സച്ചി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സച്ചി നിന്നോട് അമ്മ പറഞ്ഞത് നീ കേട്ടില്ലേ എന്ന് ചോദിച്ചു. എന്നെപ്പോലെ തന്നെ ശ്രീകാന്തിൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാനുള്ള അവകാശം നിങ്ങളുടെ അമ്മയ്ക്ക് ഉണ്ടെന്നുള്ള കാര്യം നമ്മുടെ രവിയേട്ടൻ പറയാം. നിന്റെ അമ്മ പറയുന്നത് കേൾക്കാതിരിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ലെന്നും പറയുവാണ് സച്ചി ഇടയ്ക്ക് നിന്ന് ഇങ്ങനെ ദേഷ്യപ്പെട്ടപ്പോൾ. എന്നാലും ആ ഒരു മധുസൂദനൻ എന്നോട് ചെയ്തത് എനിക്ക് മറക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്ന് രവിയേട്ടൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുക. എനിക്ക് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല മക്കളെ, ഞാൻ ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അങ്കിളെ ആൻറ്റി പറയുന്നതിലും കാര്യമുണ്ടെന്ന് ശ്രുതി പറയാം. ശ്രീകാന്ത് ചെയ്തത് തെറ്റ് തന്നെയാണ്, എന്നാൽ അതിന് അവൻ മാത്രമല്ലല്ലോ കാരണം എന്ന് ശ്രുതി ഇങ്ങനെ പറഞ്ഞു. അത് രേവതിയുടെ തലയിൽ കൊണ്ടിട്ടതാട്ടോ. രേവതി അതിന് കൂട്ട് നിന്നല്ലോ. നടന്നത് എന്തായാലും നടന്നു. എത്ര കാലം ശ്രീകാന്തനെ ഇങ്ങനെ അകറ്റി നിർത്താനായിട്ട് കഴിയുമെന്ന് ശ്രുതി ചോദിക്കുക. ആൻറ്റിയുടെ സങ്കടം കാണുന്നില്ലേ? മക്കളെ പിരിഞ്ഞിരിക്കുന്ന അമ്മമാരുടെ വിഷമം എനിക്ക് മനസ്സിലാകുമെന്ന് ശ്രുതി പറയുവാണ്. അത് കുട്ടികളെ പ്രസവിച്ചവർക്കല്ലേ മനസ്സിലാകുമെന്ന് സച്ചി ചോദിച്ചപ്പോഴത്തേക്കും എന്ന് പറഞ്ഞൊരു നോട്ടം ശ്രുതി. അത് നിനക്കങ്ങനെ മനസ്സിലാകുമെന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കും കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും. എടാ സച്ചി അവൾ പൊതുവായിട്ടുള്ളൊരു കാര്യം പറഞ്ഞല്ലേ എന്ന് രവിയേട്ടൻ പറയാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കും. അപ്പോൾ നമ്മുടെ സച്ചി എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുന്നു. എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി നിൽക്കുന്നു. ശ്രുതി നീ നിൻ്റെ അഭിപ്രായം പറഞ്ഞില്ലല്ലോ. അത് പിന്നെ ശ്രീകാന്ത് വലിയ വീട്ടിലെ പെണ്ണിനെയും കൂട്ടി വന്ന ഈ വീട്ടിൽ എൻ്റെ വില പോകും. അവനെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായം. പിന്നെ പാവം അമ്മ നല്ല വിഷമത്തിലാണ്. പിന്നെ എന്താ ചെയ്യേണ്ടത്? ഇക്കാര്യത്തിൽ അച്ഛനും അമ്മയും ചേർന്ന് എന്ത് തീരുമാനം എടുത്താലും എനിക്കൊരു പ്രശ്നമില്ല. ഒന്നുമില്ലെങ്കിൽ എൻ്റെ അനിയനല്ലേ അവനെന്നും ചോദിച്ചുകൊണ്ട് ശ്രുതി ഇങ്ങനെ ആ ഒരു ഡയലോഗും ഇറക്കി. അപ്പം അമ്മ മോനെ നോക്കി ചിരിക്കാം. വലിയ പ്രശ്നങ്ങളൊക്കെ ഒഴിഞ്ഞു പോയി എന്നുള്ള രീതിയിൽ സച്ചി എന്ന് പറഞ്ഞ് വിളിച്ചപ്പം ഞാൻ മുന്നേ പറഞ്ഞിരുന്നില്ല അച്ഛാ, അവനെ ഇനി ഈ വീട്ടിൽ കയറ്റരുത്. അച്ഛൻ എന്തിനാ ഈ ചാഞ്ചാട്ടം? അതെനിക്കറിയാൻ മേലാത്തത്. അച്ഛൻ അന്നെടുത്ത തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കാനായിട്ട് മകൻ പറഞ്ഞു കൊടുക്കുക. ഇവരൊക്കെ അഭിനയിച്ച് അച്ഛൻ്റെ മനസ്സ് മാറ്റാനാണ് നോക്കുന്നതെന്നും പറഞ്ഞു.
അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കും ഇവർ. അവന് മാപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല, അച്ഛൻ അപമാനം വരുത്തി വെച്ച് അവനെ ഈ വീട്ടിൽ കയറ്റരുത് വെച്ചാന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ തറപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ചന്ദ്രമതി അവിടെ ഇരുന്ന് കരച്ചിൽ തുടങ്ങി. അപ്പോൾ എത്ര നാൾ നമ്മൾ ഈ ദേഷ്യം കൊണ്ട് നടക്കും സച്ചി, ഇതിനൊരു തീരുമാനം ഉണ്ടായില്ലേ പറ്റുമെന്ന് ചോദിച്ചു. എന്തായാലും ഞാൻ ഒരു തീരുമാനം എടുക്കാം, ഏതായാലും സ്വന്തം മക്കളുടെ കാര്യത്തിൽ ഏതൊരു അച്ഛനമ്മമാർക്കും വിട്ടുവീഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. അവൻ്റെ ജീവിതം അവൻ നോക്കി, അവൻ അത് തിരഞ്ഞെടുത്തു, അതിന് അവനെ എന്തിനാണ് നമ്മൾ തെറ്റു പറയുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുക കേട്ടോ. അപ്പോൾ ശ്രീകാന്തിൻ്റെ മനസ്സിൽ ഇതാണെന്ന് മുൻപേ അവൻ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും നടക്കില്ലായിരുന്നു എന്ന് രവിയേട്ടൻ അന്നേരം പറയുക. ഇതൊക്കെ ഇവരെല്ലാവരും കേട്ടോണ്ട് നിൽക്കുക. പോട്ടെ, എല്ലാം കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരിങ്ങോട്ട് വരട്ടെ അല്ലേ ശ്രുതി എന്ന് ശ്രുതി പറയുമ്പോൾ വരട്ടെ വരുന്നോട്ടെ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. ശ്രുതി ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. അച്ഛൻ എന്ത് കാണിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ഞാൻ ശ്രീകാന്തും അതുപോലെ തന്നെ വർഷയും ഇങ്ങോട്ട് വരുന്നത് സമ്മതിക്കാം, പക്ഷെ അതിന് എനിക്കൊരു കണ്ടീഷനുണ്ട്. അദ്ദേഹത്തിൻ്റെ മകളെ വശീകരിച്ച് നമ്മൾ അവനെ കൊണ്ട് മകളെ വിവാഹം കഴിപ്പിക്കുകയായിരുന്നെന്നാണല്ലോ മധുസൂദനൻ പറഞ്ഞത്. പക്ഷേ അയാളുടെ മകളെ അയാൾ ഇവിടെ കൊണ്ടുവന്ന് വിടണം, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറയും. അത് കേട്ടപ്പോൾ ഇത് നടക്കില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഇവളെ ഇവിടെ നിർത്തിയിട്ട് പോകാനാണ് ഞങ്ങൾ വന്നതെന്ന് മധുസൂദനൻ പറയണം, അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഒന്നിനും എതിർക്കില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊന്നും ഓക്കെ ആവില്ല, അത് സെറ്റാവത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈ സച്ചി നിന്നിങ്ങനെ പറഞ്ഞപ്പോൾ അച്ഛനൊരു തീരുമാനം പറഞ്ഞില്ലേ, സച്ചേട്ടൻ ഇനിയൊന്നും പറയണ്ട എന്ന് രേവതി പറഞ്ഞു. അപ്പോൾ എന്തായാലും അവരെവിടെ കയറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ നിനക്ക് വേണ്ടി ഇത്രയും താഴേക്ക് ഇറങ്ങി വന്നില്ലേ എന്ന് ചന്ദ്രമതി അത് വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും രവിയേട്ടൻ ചന്ദ്രമതിയോട് ചോദിക്കുക, ഇനി ഇത് കൂടുതൽ എന്നിൽ നിന്നൊന്നും പ്രതീക്ഷിക്കേണ്ട, ഇതിനപ്പുറം താഴെ എന്നെ കൊണ്ട് പറ്റില്ല ചന്ദ്രമതി എന്ന് പറഞ്ഞു. എന്നാ വാ എല്ലാവരും നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ടങ്ങ് പോകുന്നു. സച്ചിയും രേവതിയും അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ ഭക്ഷണം കഴിപ്പും കാര്യങ്ങളും കഴിഞ്ഞ് എല്ലാവരും പോയി. പിന്നെ കാണിക്കുന്ന നമ്മുടെ സച്ചിയെയും രേവതിയെയും ബെഡ്റൂമിലുള്ള ആ ഒരു അവസ്ഥയിൽ. അപ്പോൾ സച്ചിക്ക് കിടന്നിട്ട് കിടക്കാൻ പറ്റുന്നില്ല, രേവതി എടുത്ത് പൊക്കിയതിൻ്റെ നടുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ പുറം വേദനിക്കുന്നേ, എൻ്റെ കാല് വേദനിക്കുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടന്ന് കരയുമ്പോൾ പുറത്ത് എന്തെങ്കിലും കടിച്ചോന്ന് ചോദിച്ചുകൊണ്ട് രേവതി ഓടി വന്നു. കടിക്കല്ല മാന്തുക ചെയ്തതെന്ന് പറഞ്ഞു. മാന്തിയോ എന്ത്, പുറം മാത്രമല്ല ശരീരം മുഴുവൻ വേദനയ്ക്കാണെന്ന് സച്ചി. നീ കരുതിക്കുട്ടി എനിക്ക് പണി തന്നതാണല്ലേ ഈ അമ്പലത്തിൽ കൊണ്ടുപോയി എന്ന് ചോദിച്ചപ്പോൾ അയ്യോ സച്ചിയേട്ടാ അങ്ങനെയൊന്നും പറയല്ലേ സച്ചിയേട്ടാ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഇതൊക്കെ നോക്കാൻ തുടങ്ങുക. അങ്ങനെ രേവതി പറഞ്ഞു, എനിക്ക് ആ സമയത്ത് വേദന ഒന്നും തോന്നിയില്ല, പക്ഷേ എനിക്കിപ്പോൾ ഭയങ്കര വേദന, ഞാൻ എന്തെല്ലാം ജോലി ചെയ്തിട്ടുണ്ട്, അന്നേരം ഒന്നും എനിക്ക് ഇത്ര വേദനയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ രേവതി പറഞ്ഞു ഞാൻ തിരുമ്മി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ രേവതി സച്ചിയെ എടുത്തിട്ട് എന്നിട്ട് പിന്നെ കിടത്തിയിട്ട് നടുവിൽ ചവിട്ടുവാണ്. അങ്ങനെ ചവിട്ടി കൂട്ടി നമ്മുടെ സച്ചി രേവതിയെ തിരുമുന്നു. അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി കിടന്ന് വലുതായി കരയുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ എണ്ണയൊക്കെ ഇട്ട് സച്ചിയുടെ വേദന മാറ്റാനായിട്ട് രേവതി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സച്ചിക്കാണെങ്കിൽ രേവതി തിരുമുമ്പോൾ എല്ലാം വേദന എടുക്കുക. അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആ വേദന സംഹാരികളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ബെഡ്റൂമിൽ ഇരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഇന്നത്തെ കഥ അവസാനിക്കുക. അപ്പോൾ രേവതി തിരുമുമ്പോൾ നല്ല സുഖമുണ്ട് സച്ചിക്ക്, രേവതി സകല ആരോഗ്യത്തോടു കൂടിയാണ് തിരുമുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ ഇവിടെ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.